ഈ ഒരു ക്രിസ്മസ് ട്രീ എങ്ങനെയുണ്ട്? വലിയ ബോൾസും ബെൽസും ഒഴിച്ച് ബാക്കി എല്ലാ ആക്സസറീസും ഉൾപ്പെടെ ഈ ഒരു ക്രിസ്മസ് ട്രീ ഞാൻ മീഷോയിൽ നിന്നാണ് കേട്ടോ ഓർഡർ ചെയ്തത്. സ്കാം ഒക്കെ നടന്നേ പിന്നെ അത്യാവശ്യം നല്ല കെയർഫുൾ ആയിട്ടാണ് കേട്ടോ മീഷോയിൽ ഞാനിപ്പോൾ ഓർഡർ ഒക്കെ ചെയ്യുന്നത്. നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ കാര്യം ഇതൊന്നും അല്ല, കഴിഞ്ഞ വർഷമാണ് കേട്ടോ ഈ ഒരു ക്രിസ്മസ് ട്രീ ഞാൻ ഓർഡർ ചെയ്യുന്നത്. അതും അത്യാവശ്യം നല്ല ക്വാളിറ്റിയും അതുപോലെ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും ആയിരുന്നു. 3-4 അടി പൊക്കമുള്ള ഈ ഒരു ക്രിസ്മസ് ട്രീ അസംബിൾ ചെയ്യാനും എളുപ്പമാണ് കേട്ടോ. ബട്ട് അറ്റ് ദ സെയിം ടൈം എന്നെ സംബന്ധിച്ച് ഒരു നോട്ട് ഇൻട്രസ്റ്റഡ് കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ലീഫ് ഇങ്ങനെ വിടർത്തി വെക്കുന്ന പരിപാടിയാണ് കേട്ടോ. ആൻഡ് നോട്ട് ദ പോയിന്റ്, ഇത് കുറച്ച് ഓൾഡ് ഫാഷൻ ആയിട്ടുള്ള ക്രിസ്മസ് ട്രീ ആണ്. ഓൾഡ് എങ്കിൽ ഓൾഡ്, ക്രിസ്മസിന് അറ്റ്ലീസ്റ്റ് ഒരു ക്രിസ്മസ് ട്രീ ഇല്ലാന്ന് പറയുന്നത് ഓണത്തിന് സദ്യ ഇല്ലാത്തതുപോലെ ആയി പോവില്ലേ? പിന്നെ ഇത് ഓർഡർ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇതിനെ ഡെക്കറേറ്റ് ചെയ്യേണ്ട എല്ലാ ഓർണമെന്റ്സും ഇതിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എന്നതാണ്. ഇക്കാണുന്ന സീരിയൽ സെറ്റ് ഞാൻ മംഗലാപുരത്ത് നിന്ന് വാങ്ങിക്കൊണ്ട് വന്നതും വലിയ ബോൾസും ബെൽസും ഒക്കെ ബാംഗ്ലൂർ ലുലു മോളിൽ നിന്നാണ് വാങ്ങിക്കൊണ്ട് വന്നത്. ഒരു ദിവസത്തെ ഉറക്കൊഴിച്ചുള്ള ബാക്കി എല്ലാ സമയവും കരയുന്ന ഏതെങ്കിലും കുട്ടികളുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റിയ ഒരു അംഗം ഞങ്ങളുടെ വീട്ടിലും ഉണ്ട് കേട്ടോ. ആളെ മനസ്സിലായില്ലേ? ശിശി എന്ന് പറഞ്ഞ നിങ്ങളോട് മെറി ക്രിസ്മസ് പറഞ്ഞ എന്റെ മോള് തന്നെ. പാതിരാത്രി ഡെക്കറേറ്റ് ചെയ്യുന്നതുകൊണ്ട് എന്നെ സഹിച്ചിരുന്നാണ് കേട്ടോ ഇച്ചായൻ ഇതെല്ലാം ചെയ്തു തരുന്നത്. ഇതിന്റെ കൂടെ കിട്ടിയ ഡെക്കറേഷൻ സാധനങ്ങൾ പൊളിച്ചിട്ടത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. വീട്ടിലെ കുഞ്ഞൻ JCBയുടെ കയ്യിൽ നിന്ന് ഇത് പിടിച്ചെടുക്കാൻ ഒരു മൽപ്പിടുത്തം തന്നെ വേണ്ടി വന്നു. കരയാൻ ഓരോരോ കാരണങ്ങൾ കാത്തിരിക്കുന്ന എന്റെ കുഞ്ഞിന് ഇതൊക്കെ എന്ത്, വെറും നിസാരം. അപ്പൊ ഡെക്കറേഷൻ ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ. ഈ ക്രിസ്മസ് ട്രീയെ കുറച്ചുകൂടെ പുഷ്ടിപ്പെടുത്തണമെന്ന് താല്പര്യമുള്ളവര് ഗ്രീൻ ഗാർലൻഡ്സ് ഓൺലൈനിൽ നിന്നോ അല്ലാതെയോ മേടിച്ച് ഓർണമെന്റ്സ് ഒക്കെ ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ ചുറ്റി കൊടുത്താൽ മതിയാവും കേട്ടോ. ഞാനത് വിട്ടുപോയി. ഇനി അത് ഇടുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഒരു വലിയ പണപ്പെട്ട കാര്യമാണ്. അപ്പൊ പ്രോഡക്ട്സിന്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.